ഇറാനിൻ്റെ പരമോന്നത നേതാവിൻ്റെ മരണം ആഘോഷിക്കുന്ന ഇന്ത്യക്കാരായ കുറേ തലക്ക് വെളിവില്ലാത്ത ജനങ്ങൾ അവരെന്ത് കണ്ടിട്ടാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് മരിച്ചപ്പോൾ ഇത്തരത്തിൽ വൃത്തികെട്ട മെസ്സേജുകൾ അതിൻ്റെ താഴെ ആഘോഷമാക്കി മെസ്സേജുകൾ അയക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അത്രയും പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ വൃത്തികെട്ടവന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇറാനും ഇസ്രായേലും നമ്മുടെ ഇന്ത്യയോട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. ഈ ഇസ്രായേൽ ഇന്ത്യയുമായി യാതൊരു ബന്ധവും കാര്യമായിട്ടില്ല. പക്ഷേ നമ്മുടെ ഇറാൻ നശിച്ചാൽ നമ്മുടെ ഇന്ത്യക്കുണ്ടാകുന്ന നാശം അറിഞ്ഞിട്ടാണോ അതോ അറിയാത്തത് കൊണ്ടാണോ ഇവരിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇത് ഒരു ഇസ്ലാമോഫോബിയാണ്, അല്ലാതെ ഇതിൻ്റെ പടച്ചു വിടുന്ന ആളുകൾക്കറിയാം ഇറാൻ ഇന്ത്യയുമായി എത്രമാത്രം ബന്ധമുണ്ട് എന്ന്. പക്ഷേ ഏറ്റുപിടിക്കുന്നവർക്ക് സത്യത്തിൽ വെറും ഇസ്ലാമോഫിയ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാത്ത സംഘികളെ, ഈ നമ്മുടെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാത്ത നമ്മുടെ തലക്ക് വെളിവില്ലാത്ത സംഘികളെ നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ഇറാൻ നശിച്ചാൽ അത് ഇന്ത്യക്ക് വൻ നാശമാണ് ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഇന്ത്യയിലേക്ക് ഒഴുകുന്ന 80% എണ്ണയുടെ ഉറവിടം അത് ഇറാൻ വഴിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ത്യയോട് പല രീതിയിലും കടപ്പെട്ടിരിക്കുന്ന, നമ്മൾ ഇറാനോട് കടപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ. അതുകൊണ്ട് നിങ്ങൾ ഇത്രയെങ്കിലും കാര്യം മനസ്സിലാക്കുക, ഇറാൻ നശിച്ചാൽ ഏറ്റവും കൂടുതൽ നാശം ഉണ്ടാകുന്ന രാജ്യത്തിൽപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ പരമാവധി ഒഴിവാക്കുക. അവർ മുസ്ലിം രാഷ്ട്രമാണ് എന്ന് കരുതി നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രൊപ്പഗാണ്ട നിങ്ങൾ പടച്ചു വിടരുത്. ഓക്കെ, ജയ് ഹിന്ദ്.